വെറുമൊരു ബിരുദമല്ല, മികച്ചൊരു കരിയർ. ആധുനിക സൗകര്യങ്ങളും സുരക്ഷിതമായ ഹോസ്റ്റലുകളും ഇവിടെ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ. ചുഴലിക്കാറ്റിൽ വിറച്ച് റാക്കാട്. നൂറ്റാണ്ട് പഴക്കമുള്ള വീട് മരം വീണ് ഭാഗികമായി തകർന്നു. കഴിഞ്ഞ ദിവസമുണ്ടായ അതിശക്തമായ ചുഴലിക്കാറ്റിൽ റാക്കാട് മേഖലയിൽ വ്യാപക നാശനഷ്ടം. മിനിറ്റുകൾ മാത്രം നീണ്ടുനിന്ന കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും കൃഷി നശിച്ചും ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് പ്രദേശത്തുണ്ടായത്. പലയിടങ്ങളിലും വൈദ്യുതി ബന്ധവും പൂർണ്ണമായും തകർന്നു. കരമഠത്തിൽ രാജേഷിന്റെ 100-ലധികം വർഷം പഴക്കമുള്ള ഇരുനില വീടിന് മുകളിലേക്ക് കൂറ്റൻ ആഞ്ഞിലിമരം വീണതാണ് ഏറ്റവും വലിയ അപകടം. പുരാതനമായ തനിമ നിലനിർത്തിക്കൊണ്ട് 3 വർഷം മുൻപ് 7 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച രാജേഷ് ഈ വീട് അറ്റകുറ്റപ്പണി നടത്തി സംരക്ഷിച്ചു വരികയായിരുന്നു. മരം വീണ ആഘാതത്തിൽ വീടിന്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നു. അപകട സമയം രാജേഷും മകനും വീടിനുള്ളിലുണ്ടായിരുന്നു. ഇരുവരും പരിക്കുകളേൽക്കാതെ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. വീടിന് പുറമെ മുറ്റത്തെ മതിലും കിണറിന്റെ സംരക്ഷണ ഭിത്തിയും തകർന്നിട്ടുണ്ട്. വീടിനുള്ളിലെ വിലപിടിപ്പുള്ള ഗൃഹോപകരണങ്ങളും വീടിന് സമീപമുണ്ടായിരുന്ന ആട്ടിൻകൂടും തകർന്ന നിലയിലാണ്. സമീപവാസിയായ പീച്ചനാൽ വാസുദേവന്റെ വീടിന് മുകളിലേക്കും മരം വീണ സൺഷെയ്ഡ് തകർന്നു. കൂടാതെ മേഖലയിലെ നിരവധി കെട്ടിടങ്ങൾക്കും വ്യാപകമായ കാർഷിക വിളനാശവും സംഭവിച്ചിട്ടുണ്ടെന്ന് സ്ഥലം സന്ദർശിച്ച ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാബു ജോൺ പറഞ്ഞു. രാജേഷ് എന്ന് പറയുന്ന ചേട്ടൻ്റെ വീടാണിത്. അദ്ദേഹത്തിൻ്റെ ഒരു ആഞ്ഞിലിമരം വീടിൻ്റെ മുകളിലേക്ക് മറിഞ്ഞു വീണിട്ട് വീടിൻ്റെ ഒരു ഭാഗം മൊത്തം തകർന്നു പോയ ഒരു കാഴ്ചയാണ്. പാളം പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിൽ ഇന്നലെ ഉണ്ടായ അതിശക്തമായ ചുഴലിക്കാറ്റിൽ ഒത്തിരി കൃഷി നാശങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ 1-2 വീടുകൾ നശിച്ചിട്ടുണ്ട്. മറ്റ് പഞ്ചായത്തുകളിലുമൊക്കെ സമാനമായ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. മൂവാറ്റുപുഴ മേഖലയിൽ ഇന്നലെ അതിശക്തമായ ഒരു കാറ്റും മഴയുമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടാണ് ഞങ്ങളത് സന്ദർശിക്കുകയായിരുന്നു. ഏതായിരുന്നാലും പഞ്ചായത്ത് മെമ്പറുണ്ട്, പ്രസിഡൻ്റുണ്ട്, വൈസ് പ്രസിഡൻ്റുണ്ട്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുണ്ട്, വില്ലേജ് ഉദ്യോഗസ്ഥരുണ്ട്. ഇവർക്ക് എന്തെങ്കിലുമൊക്കെ നാശനഷ്ടം ഉണ്ടായതിനകത്ത് ഒരു കണക്കെടുത്തിട്ട് അവർക്ക് ഒരു നഷ്ടപരിഹാരം കൊടുക്കാനുള്ള ഒരു നടപടിക്രമം അത് ജില്ലാ കളക്ടറുമായിട്ടും ആലോചിച്ചിട്ട് അത് ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ പഞ്ചായത്തിൻ്റെ ഭാഗത്തും ഞങ്ങളുടെ ഭാഗത്തുമൊക്കെ ഉണ്ടാവും. അത് എത്രയും വേഗം ആ നഷ്ടം നികത്താനുള്ള ഒരു വഴി ഉണ്ടാക്കാനുള്ള ഒരു പരിശ്രമത്തിലാണ് ഞങ്ങൾ. നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതിനായി സാബു ജോണിനെ കൂടാതെ ബ്ലോക്ക് മെമ്പർ PK മനോജ്, വാളകം പഞ്ചായത്ത് പ്രസിഡന്റ് രജിത സുധാകരൻ, വൈസ് പ്രസിഡന്റ് ജിജോ പാപ്പാലി, വാർഡംഗം രാജേഷ് എന്നിവരും വില്ലേജ് കൃഷി ഓഫീസർമാരും സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു. നാശനഷ്ടങ്ങളുടെ കൃത്യമായ കണക്കെടുപ്പ് നടത്തി സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും അർഹമായ നഷ്ടപരിഹാരം ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കുമെന്നും ഇവർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ്. എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ 1-ാം വിലയിൽ സ്വർണം വിൽക്കാം. അത് നേരാ. അച്ചയൻസ് ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്തതയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം. വിൽക്കുന്ന സ്വർണത്തിന് കൂടിയ വില കിട്ടും. എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട്. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916.